താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ മദർ തെരേസയോടൊപ്പം യൂത്ത് വാക്ക് ദശദിന കാരുണ്യോത്സവ സമാപന സമ്മേളനം യേശുഭവനിൽ സംഘടിപ്പിച്ചു. താമരശ്ശേരി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ എം. ജോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആതുര സേവന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമൂഹത്തിന് മാതൃക നൽകുന്ന വിധത്തിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങിയത് പ്രശംസനീയമാണെന്ന് അഭിമന്യ പിതാവ് അഭിപ്രായപ്പെട്ടു. പാവങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ യുവജന വിഭാഗവും രൂപതാ സമിതിയും ചേർന്ന് ആഗസ്റ്റ് 24 ആരംഭിച്ച യൂത്ത് വാക്ക് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 10 സെന്ററുകളിൽ സന്ദർശിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. ദശദിന കാരുണ്യോത്സവത്തിന്റെ ഭാഗമായി ഈ സ്ഥാപനങ്ങളിലെ അന്തേവാസികളെ സന്ദർശിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും സ്ഥാപനം നടത്തിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടർമാരെ ആദരിക്കുകയും സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലേക്ക് സഹായകരമാകുന്ന വിധത്തിൽ ചെറിയ തോതിൽ സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മദർ തെരേസയോടൊപ്പം യൂത്ത് വാക്ക് എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. യുവജനങ്ങൾ ഇത്തരത്തിലുള്ള ആതുര സേവന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമൂഹത്തിന് മാതൃക നൽകുന്ന വിധത്തിൽ മുന്നിട്ടിറങ്ങിയത് പ്രശംസനീയമാണെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ എം. ജോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. കാരുണ്യോത്സവത്തിന്റെ സ്ഥാപന സമ്മേളനം യേശുഭവനിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കൗൺസിലിംഗ് ജനറൽ കോർഡിനേറ്റർ ഷാൻഡോ തകടിയിൽ സ്വാഗതം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ ഡയറക്ടർ ഫാദർ സബിൻ തൂമള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ രൂപതാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ, വൈസ് പ്രസിഡന്റ് പ്രിൻസ് തിനംപറമ്പിൽ, ട്രഷറർ സജി കാരോട്ട്, ഫൊറോന പ്രസിഡന്റ് രാജു മംഗലശ്ശേരി, യൂത്ത് കൗൺസിലിംഗ് ഭാരവാഹികളായ മാത്യൂസ് പൈനാപ്പള്ളി, അൻസ സജി, സോണ ഡോണി എന്നിവരും സംസാരിച്ചു. യൂത്ത് കൗൺസിലിംഗ് രൂപതാ കോർഡിനേറ്റർ തേജസ് മാത്യു കരകയിൽ നന്ദി പറഞ്ഞു. മേഖലാ സെക്രട്ടറി ജോബിഷ് തുണ്ടയിൽ, യൂത്ത് ഭാരവാഹികളായ സുബിൻ തയ്യിൽ, ഫെബിൻ ജോസ് പുത്തമ്പുരയ്ക്കൽ, പ്രകാശ് മാത്യു പുലിക്കേക്കര, ബെന്നി വയലിൽ എന്നിവർ നേതൃത്വം നൽകി. ലോകത്തിൽ കരുണയുടെ മുഖമായ വിശുദ്ധ മദർ തെരേസയെ അനുസ്മരിച്ച യോഗത്തിൽ സ്ഥാപന മേധാവി സിസ്റ്റർ ബിൻസിയെ ആദരിക്കുകയും അന്തേവാസികളോടൊപ്പം സംഘടനയുടെ പ്രവർത്തകർ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഷെക്കിന ന്യൂസ്, കോഴിക്കോട്.